20 ലക്ഷം രൂപ കൊടുത്ത് ഒരു സാമാനം വാങ്ങി ഇല്ലേ നട റോഡിൽ ഇടേണ്ട അവസ്ഥ അല്ലേ? ഈ ഒരു വാർത്ത ഞങ്ങൾ സമർപ്പിക്കുന്നത് മഹീന്ദ്ര എന്ന ബ്രാൻഡിന് മുന്നിലേക്കാണ്. താങ്കൾ മണ്ടനാണോ? സാറ് ഇതിന്റെ എക്സ്പെർട്ടാണ് അല്ലേ? എക്സ്പെർട്ട് അല്ലാന്ന് പറയുന്നുണ്ടോ താങ്കൾ? ജീവനം പറഞ്ഞോന്നുണ്ടോ സാറ് എക്സ്പെർട്ട് ആണോ? അല്ലല്ല, ഇവിടെ സർവീസ് സെന്ററിന്റെ മിസ്റ്റേക്ക് ആണ്. അവര് തന്നെ അവരെ കെമിക്കൽ അടിച്ചതിനകത്ത് വെള്ളം കൂടിപ്പോയി. എന്തായാലും ഇത്രയും വിഷയ സ്ഥിതിക്ക് ഇമീഡിയറ്റ്ലി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ശരി, ഇത് തന്നെയാണ് തീരുമാനം. ഇമീഡിയറ്റ്ലി ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു വണ്ടി മേടിച്ചിട്ട് 20 ലക്ഷം കൊടുത്തിട്ട് 7000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെ. ഇനി അടുത്ത വർഷം പുതിയ സാധനങ്ങളൊന്നും കാണുന്നില്ല. താങ്കൾ 20 ലക്ഷം രൂപയുടെ ഈ സാമാനം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2500 രൂപ പ്രൊട്ടക്ഷൻ ചെയ്താൽ മതിയോ? നോക്കിയപ്പോഴത്തേക്ക് വണ്ടിയുടെ അവസ്ഥ എന്ത് പറ്റിയെന്നാണ് പറയുന്നത്? അത് അവര് കെമിക്കൽ അടിച്ചു, അതായത് എലി അടിക്കാനുള്ള സാഹചര്യം, എലി കയറി അടിക്കാൻ വയറിൽ കട്ടാവായി. അവര് പറഞ്ഞിരുന്നു 20 ലക്ഷം രൂപ കൊടുത്ത് ഒരു സാമാനം വാങ്ങി ഇല്ലേ നട റോഡിൽ ഇടേണ്ട അവസ്ഥ അല്ലേ? തീർച്ചയായിട്ടും. താങ്കളുടെ പേരെന്താണോ? അല്ലേ? കാറ് നല്ല വണ്ടിയാണോ? നല്ല വണ്ടിയായിരുന്നു. ആ നമ്പർ വാഹനമാണ്. അങ്ങനെയാണ് താങ്കൾ വാങ്ങിയത്? പിന്നെ എന്താണ് താങ്കൾ ഇപ്പൊ പറ്റിയത്? വണ്ടി ബേസിൽ നല്ലതാണ്, സർവീസ് ബേസിൽ എവിടെയാണ് സർവീസ് ചെയ്യുന്നത്? അവിടെ കൊല്ലം പോപ്പുലർ. അല്ലെങ്കിൽ ഈ ബ്രാഞ്ച് കൊല്ലത്തിലാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും. ഇവരുടെ സഹകരണമല്ല, ഒറ്റ കോപ്പറേറ്റിംഗ് അല്ല. എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? എന്റെ വണ്ടിയില് ഞാൻ അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ല, വിദേശത്ത് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ലീവിന് വരുമ്പോൾ നോക്കിയപ്പോഴത്തേക്ക് വണ്ടിയുടെ അവസ്ഥ മൊത്തം ഗുണം പിടിച്ചിരിക്കുകയാണ്. എന്ത് പറ്റിയെന്നാണ് പറയുന്നത്? അത് അവര് ഒരു കെമിക്കൽ അടിച്ചു, അതായത് എലി അടിക്കാനുള്ള സാഹചര്യം, എലി കയറി അടിക്കാൻ വയറിൽ കട്ടാവായി. അവര് പറഞ്ഞിരുന്നു അവര് തന്നെ അടിപ്പിച്ചാണ്. ആരാ താങ്കളോട് പറഞ്ഞത് ഇങ്ങനെ അടിക്കണമെന്ന്? എന്ത് കെമിക്കൽ അടിച്ച്? എനിക്കറിയത്തില്ല, അതിനെ കുറിച്ച് അറിയില്ല. എന്ത് സാഹചര്യത്തിലാണ് താങ്കൾ അത് അടിച്ചത്? ഫസ്റ്റ് സർവീസിനോട് വന്ന ടൈമിൽ ഇവര് പറഞ്ഞു ഇലക്ട്രിക്കലിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, കേബിൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ എലി കയറി കട്ട് ചെയ്യത്തില്ല, ഇത് നല്ലതാണ്, എല്ലാ വണ്ടിക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇത് എത്ര രൂപയുടെ സാധനമാണത്? ഇത് 20 ലക്ഷം. 20 ലക്ഷം രൂപ. എത്ര രൂപയുടെ ഈ കെമിക്കൽ ഇതാണ് അടിച്ചത്? 2500 രൂപ അങ്ങനെയാണ്. 2500 രൂപ, ഒരു 3000 കൂട്ടാം അല്ലേ? താങ്കള് മണ്ടനാണോ? അല്ല. താങ്കൾ 20 ലക്ഷം രൂപയുടെ ഈ സാമാനം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2500 രൂപ പ്രൊട്ടക്ഷൻ ചെയ്താൽ മതിയോ? അല്ല, അവര് ഷോറൂമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ജെന്യൂൻ ആയിട്ട് തോന്നി. അവര് താങ്കളെ കൺവിൻസ് ചെയ്യിപ്പിച്ചു അല്ലേ? ഇപ്പൊ അവരെന്ത് പറയുന്നു? ഇപ്പൊ അവര് പറയുന്നു വണ്ടിയുടെ വാറന്റി കഴിഞ്ഞു, നമുക്കത് ഫ്രീ കോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ശരി, ഈ മഹീന്ദ്ര എന്ന ഈ സ്ഥാപനങ്ങളാണ് ഇത്. ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മഹീന്ദ്ര ഷോറൂമിന് മുന്നിലാണ്. ഇവിടെ നിന്നും 20 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ട് ഥാർ എന്ന വാഹനം നല്ലത് തന്നെയാണ്. വാഹനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? എഞ്ചിൻ റൂമിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോ അതിന്റെ റിയാക്ഷൻ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ മെയിൽ അയച്ചത്, കാരണം മെയിൽ എനിക്ക് കിട്ടി. ഞാൻ അയച്ച മെയിൽ സാധനം കിട്ടിയില്ല, കിട്ടി. അപ്പൊ അതിന്റെ ഒരു കോപ്പി ഞാൻ മഹീന്ദ്രയ്ക്കും വെച്ചിട്ടുണ്ട്. അവിടുന്ന് റിപ്ലൈ വരട്ടെ, എന്നിട്ട് ഞാനൊരു സൊല്യൂഷൻ പറയാം. എനിക്കിപ്പോ അതേ പറയാൻ പറ്റും. ഇത് കറക്റ്റ് പറയാതെ മഹേന്ദ്രയുടെ പ്രോബ്ലമാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. സാറ് ഇതിന്റെ എക്സ്പെർട്ടാണ് അല്ലേ? എക്സ്പെർട്ട് അല്ലാന്ന് പറയുന്നുള്ളൂ താങ്കൾ? ജീവനം പറഞ്ഞോന്നല്ലോ. സാറ് എക്സ്പെർട്ട് ആണോ? ഇതിന്റെ എക്സ്പെർട്ട് ആണോ അല്ലേ? സാറ് എക്സ്പെർട്ട് ആണോ? എക്സ്പെർട്ട് അല്ലാത്ത ഒരാളുടെ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, സാർ എക്സ്പെർട്ട് ആണ്. അതല്ല, ഞങ്ങളല്ല ചെയ്തേക്കുന്നത്. അത് ആലപ്പുഴ ഇന്റർപ്രറ്റിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. അവിടെ കാണിച്ച് നോക്കും. സാറേ, ഒരു കസ്റ്റമർ എങ്ങനെ അവിടെ എവിടെയും പോകുന്നു? നിങ്ങൾ കൂടെ ബന്ധപ്പെടാൻ കഴിയില്ലേ? മനസ്സിലായി. ഞങ്ങളെ ബന്ധപ്പെട്ടു. ഇതിന്റെ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് മഹീന്ദ്രയ്ക്ക് ടേക്ക് ഓഫ് ചെയ്തേക്കുന്നത്. എത്ര സമയം എടുക്കും റിപ്ലൈ വരട്ടെ? സാർ, എത്ര സമയം എടുക്കും? അത് 2 ദിവസം എന്തായാലും എടുക്കും റിപ്ലൈ വരാൻ. എന്തായാലും ഇത്രയും വിഷയസ്ഥിതിക്ക് ഇമീഡിയറ്റ്ലി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഇമീഡിയറ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് എന്തായാലും റിപ്ലൈ വന്നിട്ട് ഞാനൊരു തീരുമാനം. ശരി, ഇത് തന്നെയാണ് തീരുമാനം. ഇമീഡിയറ്റ്ലി ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. താങ്കളുടെ ഡെസിഗ്നേഷൻ അല്ലേ? സാറിന്റെ ഡെസിഗ്നേഷൻ എന്താണ്? CRM ആണ് അല്ലേ? താങ്കൾ തന്നെയാണ് അതിന്റെ ചുമതലപ്പെട്ട ആള് അല്ല, താങ്കൾ തന്നെയാണ് ചുമതല ഇതിന് പറയാൻ വേണ്ടിയിട്ട്. ചാർജാണ് സാർ. അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു സ്ഥാപനത്തിനെ കളങ്കപ്പെടുത്തുന്നത്. താങ്കൾക്ക് പരിഹരിച്ചു തരാൻ കഴിയുന്നല്ലേ? തീർച്ചയായിട്ടും. കസ്റ്റമർ ഇസ് ദ കിങ് എന്നാണല്ലോ. അതെ, തീർച്ചയായിട്ടും. പിന്നെന്താണ് അദ്ദേഹം പറയുന്നത്? അത് പറയുന്നത് 3 വർഷം കഴിഞ്ഞു. ആള് കസ്റ്റമേഴ്സിന്റെ ഹാപ്പിനെസ് നോക്കുന്നില്ല, അവർക്ക് വാറന്റി. നിങ്ങൾ എന്തുകൊണ്ട് വാറന്റി റിന്യൂ ചെയ്തില്ല? റിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കവർ ചെയ്താനേന്ന് അവർ പറയുന്നത്. താങ്കളുടെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് അതിനകത്ത്? എനിക്ക്
പറയാനുള്ള വെച്ചാൽ ഒരു വണ്ടി മേടിച്ചിട്ട് 20 ലക്ഷം കൊടുത്തിട്ട് 7000 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ. അപ്പൊ വണ്ടിയുടെ അവസ്ഥ ഇങ്ങനെ. ഇനി ഞാൻ അടുത്ത വർഷം പോയിട്ട് വരുമ്പോൾ ഈ ഒരു സാധനങ്ങളൊന്നും കാണത്തില്ല, എല്ലാം പൊടിഞ്ഞ് താഴെ. അല്ല, ഇത് വണ്ടിയുടെ പ്രശ്നമോ ബ്രാൻഡിന്റെ പ്രശ്നമോ ഒന്നും അല്ല. അല്ലല്ല, ഇവിടുത്തെ സർവീസ് സെന്ററിന് പറ്റിയ മിസ്റ്റേക്ക് ആണ് ഇത്. അവര് തന്നെ സമ്മതിക്കുന്നു. അവർ ആ കെമിക്കൽ അടിച്ചതിനകത്ത് വെള്ളം കൂടിപ്പോയി, അവര് തന്നെ സമ്മതിക്കുന്നു. പക്ഷെ ഇത് ചെയ്തേക്കുന്ന ആലപ്പുഴ എന്നാണ് പറയുന്നത്. ഇതിപ്പോ രണ്ടാമത് മാറ്റി ചെയ്യണമെങ്കിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്? മാറ്റി ചെയ്യണമെങ്കിൽ അവർ പറയുന്നത് ഇതിന്റെ എത്ര എക്സ്പെൻസീവ് ആണോ അത് നമ്മളത് പേ ചെയ്യണം. എങ്ങനെയാണ് ഈ 2500 രൂപ? അല്ല, അപ്പൊ ഇതിന്റെ ഏതൊക്കെ സാധനങ്ങൾ തുരുമ്പിച്ചേക്കുന്നത് അതെല്ലാം മാറണമെങ്കിൽ എത്ര കോസ്റ്റ് ആവുന്നുണ്ടോ? അതാണ് ഇവിടെ വിഷയം. എന്ന് വെച്ചാൽ താങ്കൾ പറയുന്നത് ഇതിനെന്താ പറയുന്നത്? ഇതിനെ ECU ഇതാണ് ഇതിന്റെ മെയിൻ ഇലക്ട്രോണിക്സ് എല്ലാ ഡിവൈസ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇതിന് എത്ര രൂപ വില വരും? അറിയത്തില്ല, നല്ല വില വരും. എന്തായാലും നല്ല വിലയായിരിക്കും. അവർ പറയുന്ന രീതിയിലാണെങ്കിൽ ഇതെല്ലാം മാറ്റണം. പിന്നെ എഞ്ചിന്റെ കവറുകൾ, ടർബോ ഒക്കെ നല്ല വില വരുന്നേ. അതെല്ലാം മാറ്റണം. എന്തായാലും ശരി, ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെർട്ട് മാത്രമേ ഇത് കൃത്യമായി പറയാൻ കഴിയൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മഹീന്ദ്ര എന്ന ബ്രാൻഡും പിന്നെ എനിക്ക് പിന്നിലുള്ള ഈ ഥാർ എന്ന വാഹനവും മികച്ചത് തന്നെയാണ്. ഇത് ഏതൊരു യുവാക്കളും അല്ലെങ്കിൽ ഏതൊരു യുവാവും ഇഷ്ടപ്പെടുന്ന വാഹനം, എടുക്കുവാൻ ആഗ്രഹിക്കുന്ന വാഹനം. എന്നാൽ ഈ വാഹനം ഇന്ന് പെരുവഴിയിലാണ് ഓടിക്കുവാൻ കഴിയാതെ 7000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ എന്നാണ് അതിന്റെ ഉടമ പറയുന്നത്. പക്ഷേ എന്തായാലും വലിയ ഗുരുതരമായൊരു വിഷയം. ഈ ഒരു വാർത്ത ഞങ്ങൾ സമർപ്പിക്കുന്നത് മഹീന്ദ്ര എന്ന ബ്രാൻഡിന് മുന്നിലേക്കാണ്. ഇതുപോലെ നട്ടലില്ലാതെ അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറിനെ മാനേജ് ചെയ്യാൻ കഴിയാത്ത പേരെ കസ്റ്റമർ സർവീസിൽ വെച്ചുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ വലിച്ചു വെച്ച് അത് നാളെ നിങ്ങളുടെ ബ്രാൻഡിന് പോലും നാണക്കേടാകും. അതുകൊണ്ട് ഈ ഒരു വിഷയം പരിഹരിക്കണം. ഈ തോന്നിവാസം കാണിച്ച ഈ ജീവനക്കാരനെയും മര്യാദ പഠിപ്പിക്കണം. ക്യാമറമാൻ ഇർഷാദിനൊപ്പം രജിത് കാര്യത്തിൽ, ന്യൂസ് മാനോസ്.